ഒളിമറയിൽ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകളെ ഉപയോഗിക്കാം എന്നുള്ള വേചന സിനിമകൾ എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മനസ്സിലായി. അപ്പൊ അവിടെയാണ് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കേണ്ടത്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും ഫെഫ്കയും ഒക്കെ ചേർന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അംഗീകാരമുള്ള അല്ലെങ്കിൽ അത്രയും ചെയ്യാൻ പറ്റാൻ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്ന സംഭവങ്ങൾ മാത്രം ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാവൂ. കുറേ പേര് അതേന്നും പറഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു, എന്നെ തൊട്ടു, എന്നെ പിടിച്ചു ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഒരുപാട് വീഡിയോ അങ്ങ് വൈറല. അപ്പം ഓരോരുത്തരും അപ്പൊ ഫെയിമിന് വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയാമെന്നുള്ള കുറെ ആൾക്കാരുടെ മനോഭാവത്തോടെ എനിക്ക് യോജിപ്പില്ല. ധ്യാൻ അസീസിക്കും ധർമ്മജനൊക്കെ നമ്മളെ ഭയങ്കര കെയറിങ് ആയിരുന്നു, ഭയങ്കര നമ്മളെ അടുത്തൊക്കെ ഒരു റെസ്പെക്ട്, നമുക്ക് വേണ്ട എല്ലാ ഇതും ഒരുക്കി തന്നു. ഈ പറയും പോലെ ടോയ്ലറ്റ് ഇല്ല, അതില്ല, ഇതില്ല, ആ ഒന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ആയതുകൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ടി ആൾക്കാരെ വരെ നിർത്തിയാണ് ഷൂട്ട് ചെയ്യിപ്പിച്ചത്, അറിയാവോ? കേരള സ്റ്റേറ്റ് അവാർഡ് വന്നപ്പോൾ ഞങ്ങളെ പരിഗണിച്ചില്ല. ട്രാൻസ്വുമൺ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ട്രാൻസ്വുമണിനെ സെൻട്രൽ ചെയ്ത് ട്രാൻസ്വുമണിനെ മാത്രം ഫോക്കസ് ചെയ്തുള്ള സിനിമ സെൻട്രൽ ക്യാരക്ടർ അതായിരുന്നു. അതിനകത്തുള്ള ഒരാൾക്ക് ഒരു ട്രാൻസ്വുമണിന് അവർ അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ അഭിമാനമായിരുന്നു. ഇനി അടുത്ത വരാൻ പോകുന്ന 2 സിനിമകളുടെ നായികയാണ് നമ്മളോടൊപ്പം ഉള്ളത്, അമയ. എന്താ ഈ അമയ? പേര് അമയാന്ന് എനിക്ക് എയിലൊരു ഫസ്റ്റ് ആൽ തുടങ്ങുന്ന ഒരു പേര് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് വെറൈറ്റി നോക്കിയപ്പോൾ അമയ, അത് കൊള്ളാം. പക്ഷേ പേരിട്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് അമയയിൽ കുറേ അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലായത്. എന്താ ഒരർത്ഥം പറഞ്ഞാൽ മതി. പ്രകൃതി ദേവി. ശരിക്കും പ്രകൃതി ദേവി പോലെ തന്നെയുണ്ട്. ആദ്യമേ ഞങ്ങളിങ്ങനെ ഭാവുകങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. എങ്ങനെയാണ് അമയയിലിട്ട് എത്തിയത്? അമയയുടെ യാത്ര ഒരുപാട് ദുർഘടം പിടിച്ച യാത്രയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമയായത് തന്നെ. പ്രസാദിൽ നിന്നും അമയയിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനിടയിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. കുട്ടിക്കാലം മുതൽക്കേ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശ്രേണത, അല്ലെങ്കിൽ നമ്മൾ ഒരു പെൺകുട്ടിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ വളർന്ന് വന്നു. അപ്പോൾ അതിനിടയിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. പഠിക്കുന്ന സ്കൂൾ കാലഘട്ടത്തിലും കോളേജിലും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും ഒക്കെ ആയി. പിന്നെ അമയായതിനു ശേഷം കുഴപ്പമില്ല. ശിവനും ശക്തിയും ചേരുമ്പോഴാണ് ശരിക്കും ഒരു പവർ ഉണ്ടാകും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അമയ എന്നൊരു ശക്തിയാണ്, ഞാൻ ശക്തിയായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. അപ്പൊ ആ ശക്തിക്ക് പിന്നിലുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. മെയിനായിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത് കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കലയെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും അതിന് സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സും കുറേ ആൾക്കാരുണ്ട്. പേരൻസിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. പേരൻസിന് അമ്മ മാത്രമാണ് കുറച്ച് സ്നേഹവും ആ കാര്യങ്ങളും കെയർ ചെയ്യണം. ബാക്കി ഫാദറും ബാക്കിയുള്ളൊരു മെമ്പേഴ്സും ഒക്കെ അങ്ങനെ ഒരു ഇതല്ല. പിന്നെ നമ്മളുടെ രീതി അനുസരിച്ച് ഒരുപാട് പേര് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആയിരിക്കില്ല. നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ ഒരു രീതിയെ ഇഷ്ടപ്പെടാതെ വരുന്ന സമൂഹമായിരുന്നിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ കുട്ടിയായതുകൊണ്ട് ആ ഒരു ഇതിൽ മുന്നോട്ട് പോയി. ഇപ്പോൾ അമയിലോട്ട് പോയപ്പോൾ പ്രസാദിൽ നിന്ന് വീട്ടുകാരെങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ? അമയിലേക്ക് പോയപ്പം വീട്ടുകാർ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമാവുമല്ലോ, അറിയാമല്ലോ. നമുക്ക് ഇപ്പം സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. അപ്പം ഇവരെയൊക്കെ നോക്കുമ്പോൾ എങ്ങനെ അവരെ മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ള ഒരിതുണ്ടായിരുന്നു. അമ്മ എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ പോലും എൻ്റെ ഉള്ളിലൊരു പെൺകുട്ടി ഉള്ളത് കൊണ്ട് എനിക്ക് ആ പെൺകുട്ടിയെ എങ്ങനെ ആയി മാറാം, ഞാൻ എങ്ങനെ അമ്മയായി മാറാം എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുണ്ടാവുള്ളൂ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളെങ്ങനെ ആയി മാറുക, അല്ലെങ്കിൽ നമ്മളൊരു ട്രാൻസ്ജെൻഡർ ആണെന്നതിലുപരി നമ്മളൊരു പെൺകുട്ടിയായി മാറുക എന്നുള്ളത് നമ്മളുടെ ഇത്. അത് ശരിക്കും അത് തന്നെയാണ് നമ്മുടെ സ്വത്തും. അതായിരുന്നു ഉള്ളിൽ ഒതുങ്ങിപ്പോയ സ്വത്തും അതല്ലേ? തീർച്ചയായിട്ടും ഉള്ളിൽ ഒതുങ്ങിപ്പോയ സ്വത്തും അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഐഡന്റിറ്റി റിലീവ് ചെയ്യാൻ പറ്റാതെ, പുറത്ത് പറയാൻ പറ്റാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ പിന്നിലേക്ക് ആക്കപ്പെട്ട ആൾക്കാരെ ഞാൻ ആ വാക്ക് ഒരിക്കലും പറയില്ല, ട്രാൻസ്ജെൻഡർ എന്ന് പറയില്ല. നമ്മളോടൊപ്പം ഉള്ള ഇല്ല, നമ്മളോടൊപ്പം ഉള്ള ആൾക്കാരാ. ഒരു മാറ്റി കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെയാണ് ഇത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ നമ്മളോട് ഒപ്പമുള്ള ആളാണെന്ന് ചേർത്ത് പിടിക്കുന്നതിലല്ലേ കാര്യം. നമ്മൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നതിൽ സന്തോഷം. സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ 3 പേരുണ്ട്. അപ്പം ഞാൻ പെൺകുട്ടിയായിട്ട് നടക്കുന്നതുകൊണ്ട് ഞാൻ പെൺകുട്ടിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനം തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നതിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ സംഘടന ഇപ്പം അത്തരക്കാർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
സംഘടന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം ചേർത്ത് പിടിക്കുന്നുണ്ട്. പുതുതായി വരുന്ന കുട്ടികളെ ഇപ്പം നമ്മൾ ഐഡൻറ്റിറ്റി റിലീവ് ചെയ്തിട്ട് പുതുതായിട്ട് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം ഞങ്ങളുടെ സമയത്തൊക്കെ നമുക്ക് അത് പുറത്ത് കാണിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി റിലീവ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് ഒളിച്ചു വെച്ച് പല കാര്യങ്ങളിലും പെട്ട് പല പ്രശ്നങ്ങളിലും പെട്ടവരുണ്ട്. എല്ലാവരും ഇനിയൊരു അമ്മയെ ആകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അമ്മയെ പോലെ ആകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അമ്മയെ വന്ന വഴി ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ വേറെയായിരുന്നു, ആ ഒരു രീതി വേറെയാണ്, അതുപോലെ ആകരുത്. പക്ഷെ ഇപ്പോൾ സ്വന്തമായി ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറയാനുള്ള ഒരു കാലഘട്ടമാണ് ഇത്. ഒരിക്കലും മാറി നിൽക്കാനോ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പല പ്രശ്നങ്ങളിലും പോയി വീഴാതെ നമ്മളായിട്ട് ജീവിക്കാനുള്ളൊരു തീർച്ചയായിട്ടും സമയമായി കഴിഞ്ഞു. അല്ല, വന്ന വഴികളെല്ലാം അതിക്രൂരമായ വഴികൾ തന്നെയാണ്. കാര്യം ജീവിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സെക്സ് അതിനൊരു മാർഗമായിട്ട് തിരഞ്ഞെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ജീവിത തൊഴിലിലോട്ട് പോയപ്പോൾ നേരിടേണ്ടി വന്നത് എന്തൊക്കെയായിരുന്നു? നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ പോയി നിൽക്കുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം. ഇപ്പോൾ ഏത് ആൾക്കാരെ എങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നു, ഒരാൾ എങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. ഒരു മനുഷ്യൻ, ഒരാളെ നമ്മൾ കാണുന്ന 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും 10 സ്വഭാവമാണ്. അപ്പോൾ ആ 10 സ്വഭാവമുള്ള ആൾക്കാരെ നമുക്ക് ഒറ്റ സ്വഭാവമായിട്ട് കാണാൻ പറ്റില്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പോൾ 10 പേരെയും 10ആയിട്ട് കാണാം. അപ്പം പേടിയുണ്ടാവും ഉള്ളില്, എന്നും ഒരു ഭയമായിരിക്കും. നമ്മൾ ആരാണ്, ഇനി എന്താണ്, എന്ത് നടക്കും, എന്ത് സംഭവിക്കും, നമുക്ക് ചോദിക്കാനും പറയാനും ആളില്ല. പേടി കൊണ്ടാ ആ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും ചോദിക്കാൻ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ കളിയാക്കുന്ന ആൾക്കാരല്ലാതെ നമ്മളെ ചേർത്ത് പിടിക്കത്തക്ക ഒരു ആളുണ്ടായിരുന്നില്ല. കളിയാക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അല്ല, ചേർത്ത് പിടിക്കാൻ ആളില്ലായിരുന്നല്ലോ, പിടിക്കാൻ ആളില്ല. അല്ല, ഇപ്പോഴും സഹോദരങ്ങൾക്കൊക്കെ ഇപ്പോഴും അവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എൻ്റെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ എന്നെ കുറച്ച് ബന്ധുക്കൾക്കൊക്കെ ഇപ്പോഴും ഒരു പുച്ഛമാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു മേഖല, ഫിലിം മേഖലയിലൊക്കെ നിൽക്കുന്നു, നല്ലൊരു എഴുത്തുകാരിയായി അറിയപ്പെടുന്നു എന്നൊക്കെ രീതിയിലൊക്കെ നല്ല രീതിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ട്രാൻസ്മണാണ് ഇപ്പോൾ. അപ്പം എന്നിട്ട് പോലും അവർക്ക് എന്നെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ മാത്രമാണ് ഇത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത്. അതെല്ലാ മക്കളെ അമ്മമാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു എഴുത്തിൻ്റെ വഴി എനിക്ക് പറ്റും അല്ലെങ്കിൽ എഴുത്തിലൂടെ എന്നെ അറിയപ്പെടണമെന്ന് എപ്പോഴാണ് ആഗ്രഹിച്ചത്? കുട്ടിക്കാലം മുതൽക്കേ എഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ടീച്ചറുണ്ട്, ശാന്തമ്മ ടീച്ചർ മരിച്ചു ഈ ഇടയ്ക്ക്. പക്ഷേ ആ ടീച്ചറാണ് എന്നെ കൂടുതൽ ചേർത്ത് പിടിച്ചത്. അപ്പോൾ ആ ടീച്ചർ മാഗസീനൊക്കെ വരും, ഒരു വർഷത്തിലൊരിക്കൽ കുട്ടികളുടെ മാഗസീൻ, അതിനകത്ത് എഴുതുന്ന കവിതകളും കഥകളൊക്കെ കൂടുതലും എൻ്റെതായിരിക്കും. ടീച്ചർ കൂടുതൽ എന്നെ തന്നെയാണ് അത് ഫുള്ള് ചേർത്ത് ചെയ്യാനും ഫോക്കസ് ചെയ്ത് ടീച്ചർ എന്നെ തന്നെ ആ മാഗസീൻ ഇറക്കാൻ വേണ്ടി പറയും. അപ്പോൾ ആ സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ, ആ ഒരു രീതിയിലൊക്കെ എല്ലാത്തിലും സജീവമായിരുന്നു. അന്ന് മുതലേ എഴുത്തൊരു ഇഷ്ടമാണ്. വായിക്കാറുണ്ടോ? പുസ്തകം വായിക്കാറുണ്ട്? ആരുടെ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം? ഞാൻ മതിലുകൾ, വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ മതിലുകൾ ഭയങ്കര ഇഷ്ടമാണ്, വായിച്ചിട്ടുണ്ട്. ഇൻസ്പിറേഷൻ അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല, ഒരുപാട് പേരെ. അപ്പോൾ ഒരുപാട് നീർമാതളം, അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പല നോവലിസ്റ്റിൻ്റെയും കിട്ടുന്നതൊക്കെ വായിക്കാറുണ്ട്. പിന്നെ ഇപ്പം വായിക്കാനുള്ള സമയം കിട്ടാറില്ല. ഷൂട്ടും കാര്യങ്ങളും ആ ഒരു തിരക്കും, പിന്നെ ജീവിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പല കാര്യങ്ങളും പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തരണം ചെയ്ത് പോകുന്നതുകൊണ്ട് ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പം നമ്മുടെ ജീവിതകഥ എഴുതാനായിട്ടൊരു ധൈര്യം കാണിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണോ അതുപോലെ എഴുതാൻ പറ്റിയോ? തീർച്ചയായിട്ടും. എന്തെങ്കിലും ചെറിയ കഥയിൽ ഒരിക്കലും എഡിറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. നമ്മൾ എന്താണ് അത് തന്നെയാണ് അതിനകത്ത് ഞാൻ കുറിച്ചിട്ടുള്ളത്. അത് വായിച്ചു നോക്കിയാൽ അറിയാം. മാറ്റി വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഒരു നിസ്സാര കാര്യം പോലും അതിനെ ഞാൻ കറക്റ്റായിട്ട് തുറന്ന പുസ്തകം പോലെ, തുറന്ന പുസ്തകമാണ്. അതാ വായിച്ച് മധുപാൽ സാറായിരുന്നാവട്ടെ, മുകുന്ദൻ സാറ്, അതുപോലെ തന്നെ ഒരുപാട് പേര്, ഇപ്പം ഇതിന് പ്രചോദനം ചെയ്ത സുനിൽ ഏട്ടൻ, ഇവരൊക്കെ ഇത് വായിക്കാനിടയായി. വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട്, അമ്മയ അത് ഇത്ര ഒരു തുറന്നെഴുത്ത്, ഇത്രയും ഭംഗിയായിട്ട് തുറന്നെഴുതാൻ കാണിച്ച ഒരു ധൈര്യത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. അത്ര ഭംഗിയാണ്, അതും രസകരമായാണ് എഴുതിയത്. വെറുതെ ഒരു എഴുത്തില്ല. ഓരോ ഇത് ചെയ്തപ്പോഴും, ഓരോ അധ്യായം, ഓരോ പേജിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. അത് ആ ഒരു ഇതോടെ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആദ്യം ഒരു 1000 കോപ്പി ഇറക്കി, 1000 കോപ്പിയും വിറ്റു. അടുത്ത് സെക്കൻഡ് ഇറക്കണമല്ലോ, അപ്പോൾ രണ്ടാമത് 500. അത്യാവശ്യം കാശൊക്കെ
അല്ല, അത് ഒരു പെർസെന്റേജ് അവർ അതിനകത്ത് നിന്ന് കുറച്ച് പെർസെന്റേജ് അതെ. ബാക്കി അതിൽ എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ആത്മകഥ എഴുതി, പെണ്ണായ ഞാനെന്ന ആത്മകഥ എഴുതി. അത് എഴുതിയ സമയത്ത് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായ കുറേ കാര്യങ്ങൾ കിട്ടി. ആർക്കും കിട്ടാത്ത വലിയ സന്തോഷം കിട്ടി. സപ്പോർട്ട് ചെയ്ത് സുനിൽ സി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു എഴുത്തുകാരനാണ്. പുള്ളിക്കാരൻ നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം എനിക്ക് സപ്പോർട്ട് ചെയ്തു. കാരണം ഞാൻ എഴുതി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ അതൊരു പുസ്തകമായി തീർക്കാനായിട്ടുള്ള അറിവൊന്നും എനിക്ക് ഭയങ്കരമായില്ല. അപ്പോൾ അതിനൊരു പബ്ലിഷർ വേണം. ആ പബ്ലിഷറെ കണ്ട് ആ പബ്ലിഷർ അത് ഇത് ചെയ്ത് അതിനകത്ത് കറപ്ഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ആ സുനിലേട്ടൻ തന്നെ അതിരുന്ന് എല്ലാം ക്ലിയർ ചെയ്ത് ഏതൊക്കെ രീതിയിൽ ചേർക്കണം, എന്തൊക്കെ എഴുതണം, ഏതൊക്കെ സ്ഥലത്ത് എവിടെയൊക്കെ ചേർക്കണം എന്നുള്ളതൊക്കെ പുള്ളിക്കാരനാണ് അത് കൃത്യമായി ചെയ്തു വെച്ചത്. സിനിമ നായികയായി അതെങ്ങനെയാ ഈ ഒരു നായിക പദവിയിലോട്ടൊക്കെ അതിന് ആദ്യം മുതലേ പറയേണ്ടി വരും. കാരണം നമുക്കിപ്പോ വലിയ സിനിമയിൽ ചെയ്തുവെങ്കിലും ആദ്യം എന്താണ് നമുക്ക് കിട്ടിയത് അതാണ് നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. അപ്പം അത് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഷോർട്ട് മൂവിൽ അരുൺ സി മോഹൻ അതൊരു വേഷം ചെയ്യിപ്പിച്ചു. അത് ഭയങ്കരമായിട്ട് നായികയായിട്ട് ചെയ്യിപ്പിച്ചു. നല്ല രീതിയിൽ എല്ലാ കമ്മ്യൂണിറ്റിക്ക് ഫുള്ളായിട്ട് കേരളത്തിനകത്ത് മൊത്തം കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ട്രാൻസ് ഒക്കെ അനുഭവിക്കുന്ന അടിയിലുള്ള കമന്റ്സുകളൊക്കെ പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നു? ആ ഒരു ഷോർട്ട് ഫിലിമിന് നല്ല കമൻസ് ആയിരുന്നു. പക്ഷേ പിന്നെ വരുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നോക്കണ്ട, ഇഷ്ടം പോലെ നെഗറ്റീവാണ്. എത്രയോ മില്യൺ ആൾക്കാർ കണ്ടാലും അതിൻ്റെ 3/4 ഭാഗവും നെഗറ്റീവായിരിക്കും. പോസിറ്റീവ് ആയിട്ട് കാണുന്നത് നമ്മളെ കേരളത്തിന്റെ ഒരു പ്രശ്നമാണോ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആണ്. ഇപ്പം നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനകത്തൊരു നെഗറ്റീവ് കണ്ടുപിടിക്കാനായിരിക്കും ആൾക്കാർ. അത് എല്ലാവരും പലവരും പല വിധമല്ലേ, നേരത്തെ പറഞ്ഞതുപോലെയാ, പല ആൾക്കാരും പല സ്വഭാവക്കാരാണ്. അപ്പൊ നമ്മുടെ സിനിമയിലോട്ട് തിരിച്ചു വന്നാൽ എങ്ങനെയായിരുന്നു സിനിമയിൽ? അപ്പോൾ അങ്ങനെ ഏഞ്ചൽസ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോർമോൺ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു മ്യൂസിക്കൽ ആൽബം ചെയ്തു. മഴവിൽ മനോരമ ചാനലാണ് മ്യൂസിക് അവരെടുത്തു. ഹരികുമാർ ഗോവിന്ദിന്റെ അനുരാഗി എന്ന് പറഞ്ഞ മ്യൂസിക്കൽ ആൽബം ചെയ്തു. മഴവിൽ മനോരമയിലെ തുമ്പപ്പൂ എന്ന സീരിയലിൽ നല്ലൊരു വേഷം ചെയ്തു വന്നു. അമൃത ചാനലിലെ ആൺപറന്നോൾ എന്ന സീരിയലിൽ നല്ലൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്ത് അഭിനയിച്ച് വരാൻ കഴിഞ്ഞു. ജേണി എന്ന സിനിമ ആണ് ഞാൻ ചെയ്ത എൻ്റെ സിനിമ, നായികയായി ചെയ്ത എൻ്റെ സിനിമ. ആന്റണി ആൽബർട്ട് സാറിന്റെ മൂവിയാണ്. റിലീസ് ഇപ്പൊ നമ്മുടെ ഫെസ്റ്റിവലിലൊക്കെ പോയി. ഇന്റർനാഷണൽ 2 ഫെസ്റ്റിവലിൽ സിനിമ വിൻ ചെയ്തു. ഇപ്പൊ കേരള സ്റ്റേറ്റ് അവാർഡ് വന്നപ്പോൾ ഞങ്ങളെ പരിഗണിച്ചില്ല. പരിഗണിക്കാത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ മൂവി 15ഓളം സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ 4ഓളം 5ഓളം സിനിമകൾ സെലക്ട് ആയിരുന്നു. ട്രാൻസ്മൺ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ട്രാൻസ്മണിനെ സെൻട്രൽ ചെയ്ത് ട്രാൻസ്മണിനെ മാത്രം ഫോക്കസ് ചെയ്തുള്ള സിനിമ, സെൻട്രൽ ക്യാരക്ടർ അതായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് അതൊരു പല ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ ഫെസ്റ്റിവല്, കാൻസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവലില്, കാൻസ് കോണ്ടിനെന്റൽ ഫെസ്റ്റിവലിൽ വിൻ ചെയ്തതും, പിന്നെ സൂര്യ ഫെസ്റ്റിവൽ അതിൽ ആ സാർ അത് സ്ക്രീൻ ചെയ്തു. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് സ്ക്രീൻ ചെയ്തു. അതിലെ മെമ്പേഴ്സ് ഫുള്ളും ആ സിനിമ കണ്ടു. ഒരുപാട് പേര്, അത്രയും നമുക്ക് ആരെന്ന് പോലും അതും കൂടുതൽ പ്രായമുള്ള ആൾക്കാരാണ്, അവരൊക്കെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. ആ സിനിമ കണ്ട് അത്രയും ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ, നന്നായിട്ട് ചെയ്തു. ആ സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമ അഭിനയിക്കുക എന്നതിലുപരി അതൊരു ഓട്ടോറിക്ഷക്കാരിയാണ്. അതിനകത്ത് ഓട്ടിക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ആ ഓട്ടോയുടെ ലൈഫ്, ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരിയുടെ കഥയാണ്. അപ്പം അതിനകത്തൊരു രാത്രിയിൽ സംഭവിക്കുന്ന സംഭവമാണ് ആ സ്റ്റോറി. പക്ഷെ അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടി ഒരു നല്ല സിനിമ ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് ഒരു സംഭവം വന്ന സമയത്ത് ഞങ്ങൾ പരിഗണിച്ചില്ല. അതും ഇത്രയും ഇതായിട്ട് നിന്ന് അതൊരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ടി വന്നു അവാർഡ്, ഒരു പെണ്ണിന് കൊടുത്തു അവാർഡ്. ഈ ഒരു പ്രത്യേകിച്ച് വേറല്ല, സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടുന്നത് എനിക്കത് വിഷമം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ സംസാരിക്കുന്നത്. ഇത്രയും അവാർഡുകളുണ്ട്, സ്ത്രീയും പുരുഷൻ അവർക്കൊക്കെ പല വിഭാഗത്തിൽ, സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി, മികച്ച സ്വഭാവ നടി, ഇത്രയും ക്യാരക്ടർ റോൾ ചെയ്ത ആൾക്കാർ ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഒരു ജൂറി പരാമർശമെങ്കിലും ഞങ്ങളുടെ കമ്പനിക്ക് എനിക്ക് വേണമെന്നല്ല ഞാൻ പറയുന്നേ. എൻ്റെ സിനിമയ്ക്കോ, എൻ്റെ സിനിമ ചിലപ്പോൾ അവർക്ക് പറയാൻ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം. എൻ്റെ സിനിമ കൊള്ളില്ലെന്നായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് എനിക്കത് കിട്ടാൻ അർഹതയില്ലെന്ന് പറയാം. പക്ഷേ ഇത്രയും സിനിമ കിടന്നിട്ട് അതിനകത്തുള്ള ഒരാൾക്ക്, ഒരു ട്രാൻസ്മെന്റിന് അവർ അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ അഭിമാനമായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് പരാമർശമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ സന്തോഷം ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമമായി പോയി. കുറെ പ്രതീക്ഷിച്ചേട്ടോ ഞാൻ കിട്ടുമെന്ന്. ഇനി ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ തളരില്ല. ഞാൻ ഇനിയും നല്ല സിനിമകൾ ചെയ്യും, ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യും. ഇതിന് വാശിക്ക് ഞാൻ ചെയ്ത അവാർഡ് വാങ്ങിച്ചിരിക്കും, നാഷണൽ അവാർഡ് വാങ്ങിക്കും. തീർച്ചയായിട്ടും സംഭവിക്കട്ടെ.